എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC നടത്തിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നീ എക്സാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ദ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡ്യൂ ടു. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡിക്രീസ്ഡ് കൊഹസീവ് ഫോഴ്സസ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ഡിക്രീസ്ഡ് കൊഹസീവ് ഫോഴ്സസ്. കൊഹസീവ് ഫോഴ്സ് കുറയുന്നത് മൂലമാണ് ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി കുറയുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് വിസ്കോസിറ്റി കുറയുന്നത്. അതിന് കാരണമാണ് കൊഹസീവ് ഫോഴ്സ് കുറയുന്നത്. അടുത്ത ചോദ്യം, ഇൻ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ദ ഷിയർ സ്ട്രെസ് ഈസ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൻ്റെ കേസിൽ ഷിയർ സ്ട്രെസ് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡീഫോർമേഷൻ റേറ്റ്. അതിൻ്റെ ഡീഫോർമേഷൻ റേറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിലെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡീഫോർമേഷൻ റേറ്റ് ആയിരിക്കും. അടുത്ത ചോദ്യം, ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ്. തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഫയർ പോയിൻ്റ് ഈസ് ഹയർ ദാൻ ഫ്ലാഷ് പോയിൻ്റ്, ഫയർ പോയിൻ്റ് ഈസ് ലോവർ ദാൻ ഫ്ലാഷ് പോയിൻ്റ്, ദർ ഈസ് നോ റിലേഷൻ ബിറ്റ്വീൻ ഫയർ പോയിൻ്റ് ആൻഡ് ഫ്ലാഷ് പോയിൻ്റ്, സംടൈംസ് ഫയർ പോയിൻ്റ് ഈസ് ഹയർ ആൻഡ് സംടൈം ഫ്ലാഷ് പോയിൻ്റ്. ഇതിൽ ശരിയുത്തരം എന്ന് പറയുന്നത് ഫയർ പോയിൻ്റ് ഈസ് ഹയർ ദാൻ ഫ്ലാഷ് പോയിൻ്റ്. ഫയർ പോയിൻ്റ് എന്ന് പറയുന്നത് ഫ്ലാഷ് പോയിൻറ്റിനേക്കാൾ എപ്പോഴും ഹയർ ആയിരിക്കും. അടുത്ത ചോദ്യം, ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പ് ദ ലിക്വിഡ് എൻറ്റേഴ്സ് ദ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പിൽ ലിക്വിഡ് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, അറ്റ് ദ സെൻറ്റർ. സെൻറ്ററിലാണ് സെൻട്രിഫ്യൂഗൽ പമ്പിൽ ലിക്വിഡ് എൻ്റർ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദ ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദ വെലോസിറ്റി അറ്റ് എനി ഗിവൺ ടൈം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ഈസ് കോൾഡ്. ദ ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദ വെലോസിറ്റി അറ്റ് എനി ഗിവൺ ടൈം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ദ സ്പേസ്, ഇറ്റ് ഈസ് കോൾഡ് യൂണിഫോം ഫ്ലോ. എന്നെ പറയുന്നതാണ് യൂണിഫോം ഫ്ലോ. വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സ്പേസ്, അതാണ് യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. അടുത്തത്, വെഞ്ചുരിമീറ്റർ ഈസ് പ്രിഫേർഡ് ടു ആൻ ഒറിഫീസ് പ്ലേറ്റ് ബിക്കോസ്. ഒറിഫീസ് പ്ലേറ്റിനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെഞ്ചുരിമീറ്റർ പ്രിഫർ ചെയ്യാനുള്ള കാരണം അതിലുള്ള എനർജി ലോസ് കുറവാണ് എന്ന കാരണമാണ്. അടുത്തത്, ഹൈഡ്രോളിക് റേഡിയസ് ഓഫ് എ നോച്ച് ഈസ് ഈക്വൽ ടു. ഒരു നോച്ചിൻ്റെ ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത് ഏരിയ ഡിവൈഡഡ് ബൈ ദി വെറ്റഡ് പെരിമീറ്റർ ആണ്. ഏരിയ ഡിവൈഡഡ് ബൈ ദി വെറ്റഡ് പെരിമീറ്റർ. ഹൈഡ്രോളിക് റേഡിയസ് ഓഫ് ദ നോച്ച് ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ദി വെറ്റഡ് പെരിമീറ്റർ. അടുത്തത്, യൂണിറ്റ് ഓഫ് ചെസീസ് കോൺസ്റ്റൻറ്റ് സി ഇൻ ദി ചെസീസ് ഫോർമുല ഈസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മീറ്റർ റേസ് ടു 1/2 പെർ സെക്കൻഡ്. അടുത്ത 9ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെഡ് ലോസ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഇൻ എ പൈപ്പ് ഫ്ലോ. ഒരു പൈപ്പ് ഫ്ലോയിൽ ഉള്ള ഹെഡ് ലോസ് ഏതാണ്? ആൻസർ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. അടുത്തത്, വിച്ച് റിലേഷൻ ഈസ് കറക്റ്റ്. തന്നിരിക്കുന്നവയിൽ ഏത് റിലേഷനാണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് ഇമ്പൾസ് ടർബൈൻ ആണ്. ഇതൊരു ഇൻകറക്റ്റ് റിലേഷനാണ്. പെൽട്ടൺ ടർബൈൻ എന്ന് പറയുന്നത് ഇമ്പൾസ് ടർബൈൻ ആണ്, ശരിയാണ്. കപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത് റിയാക്ഷൻ ടർബൈൻ ആണ്, ശരിയാണ്. ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് റിയാക്ഷൻ ടർബൈൻ ആണ്, അതും ശരിയായിട്ടുള്ളതാണ്. അടുത്തത്, ദ എനർജി ഓഫ് ദി ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് ഗിവൺ ബൈ ദ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. The energy of an isolated system is always constant, which is given by the first law of thermodynamics.
അടുത്തത് സീരീസ് ഓഫ് ഓപ്പറേഷൻ വിച്ച് ടേക്ക് പ്ലേസ് ഇൻ എ certain order and restore the initial condition at the end is known as. അങ്ങനെയുള്ളതിനെ പറയുന്ന നമ്മൾ പേരാണ് തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നത്. തെർമോഡൈനാമിക് സൈക്കിൾ. അടുത്ത ചോദ്യം, the most efficient method of compressing air is to compress it isothermally. The most efficient method of compressing air is to compress it isothermally. 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 274.15 കെൽവിന് തുല്യമാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് കംപ്ലൈസ് വിത്ത് ദ ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? താഴെ പറയുന്നവയിൽ ഏതാണ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏതാണ്? ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ, ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ, സ്റ്റീം പവർ പ്ലാന്റ്, ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് കംപ്ലൈസ് വിത്ത് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ആൻസർ ആണ് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. അടുത്തത്, കാർനോട്ട് സൈക്കിൾ കൺസിസ്റ്റിംഗ് ഓഫ്. കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് 2 ഐസോതെർമലും അതേപോലെ 2 ഐസെൻട്രോപ്പിക് പ്രോസസ്സും അതിൽ വരുന്നുണ്ട്. 2 ഐസോതെർമൽ പ്രോസസ്സസ് ആൻഡ് 2 ഐസെൻട്രോപ്പിക് പ്രോസസ്സസ്. അടുത്തത്, ദ റേഷ്യോ ഓഫ് ദ ബ്രേക്ക് പവർ BP to the indicated power IP of an IC engine is called. IP by BP ratio. BP, the ratio of BP to IP ratio in an IC engine is mechanical efficiency. അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അടുത്ത, മോസ്റ്റ് ടെസ്റ്റ് ഇൻ എ മൾട്ടി സിലിണ്ടർ എൻജിൻ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ. ഒരു മൾട്ടി സിലിണ്ടർ എൻജിൻ്റെ മോർസ് ടെസ്റ്റ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ആൻസർ 18ൻ്റെ ആൻസർ സി ആണ്, ഇൻഡിക്കേറ്റഡ് പവർ. ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടി സിലിണ്ടർ എൻജിനിൽ മോർസ് ടെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ കോപ്പർ വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. ആൻസർ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് കോപ്പറിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത്? അത് കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു. 19A, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ കോപ്പർ വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ ഡിക്രീസസ്. അടുത്ത ചോദ്യം, by which of the following modes of heat transfer heat is mainly transferred from an insulated pipe to the surrounding still air? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇൻസുലേറ്റഡ് പൈപ്പിൽ നിന്നും സറൗണ്ടിങ് സ്റ്റിൽ എയറിലേക്ക്. അത് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ്? കണ്ടക്ഷൻ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്, ഫോഴ്സ്ഡ് കൺവെക്ഷൻ ഉണ്ട്, നാച്ചുറൽ കൺവെക്ഷൻ ഉണ്ട്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, നാച്ചുറൽ കൺവെക്ഷൻ. എ സ്ലൈഡിംഗ് ബെയറിംഗ് വിച്ച് ക്യാൻ സപ്പോർട്ട് സ്റ്റഡി ലോഡ്സ് വിത്തൗട്ട് എനി റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ journal and bearing is called. A sliding bearing which can support steady loads without any relative motion between the journal and bearing is called. 21ൻ്റെ ഉത്തരം ഹൈഡ്രോസ്റ്റാറ്റിക് ലൂബ്രിക്കേറ്റഡ് ബെയറിംഗ് ആണ്. ഹൈഡ്രോസ്റ്റാറ്റിക് ലൂബ്രിക്കേറ്റഡ് ബെയറിംഗ്. ക്വസ്റ്റൻ ഒന്നും കൂടെ പറയാം. സ്ലൈഡിംഗ് ബെയറിംഗ് വിച്ച് ക്യാൻ സപ്പോർട്ട് സ്റ്റഡി ലോഡ് without any relative motion between the journal and bearing is called hydrostatic lubricated bearing. അടുത്ത 22ാമത്തെ ചോദ്യം, the piston pin bearings in heavy duty diesel engine are. Piston pin bearing in heavy duty diesel engines are needle roller bearing, tapered roller bearing, collar bearing, cylindrical roller bearing.
ആൻസർ ഓപ്ഷൻ എ ആണ്, നീഡിൽ റോളർ ബെയറിംഗ്. അടുത്ത 23ാമത് ചോദ്യം. ദ ഡയമീറ്റർ ഓഫ് ദ ഹബ് ഓഫ് ദ ഫ്ലൈ വീൽ ഈസ് യൂഷ്വലി ടേക്കൺ ആസ്. ദ ഡയമീറ്റർ ഓഫ് ദ ഹബ് ഓഫ് ദ ഫ്ലൈ വീൽ ഈസ് യൂഷ്വലി ടേക്കൺ ആസ്. ഓപ്ഷൻസ് ഈക്വൽ ടു ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്, ട്വൈസ് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്, 3 times the diameter of the shaft, 4 times the diameter of the shaft. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ട്വൈസ് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റിൻ്റെ 2 ഇരട്ടി ആയിരിക്കും. ഡയമീറ്റർ ഓഫ് ദ ഹബ് ഓഫ് ദ ഫ്ലൈ വീൽ ഈസ് യൂഷ്വലി ടേക്കൺ ആസ് ട്വൈസ് ദ ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് ആയിരിക്കും. എ സ്പാർ ഗിയർ with the pitch circle diameter d has number of teeth t, then മൊഡ്യൂളിൻ്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് മൊഡ്യൂൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മൊഡ്യൂൾ എം എന്ന് പറയുന്നത് d/t ആണ്. അതായത് പിച്ച് സർക്കിൾ ഡയമീറ്ററിനെ നമ്പർ ഓഫ് ടീത്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിച്ച് സർക്കിൾ ഡയമീറ്റർ ലഭിക്കുന്നു. അടുത്ത 25ാമത് ചോദ്യം. Lewis equation in a spar gear is used to find the. Lewis equation in a spar gear is used to find the options: tensile stress in bending, shear stress, compressive stress in bending, fatigue stress. Lewis equation എന്ത് കണ്ടുപിടിക്കുന്നതിനാണ്? കംപ്രസീവ് സ്ട്രെസ് ഇൻ ബെൻഡിങ് കണ്ടുപിടിക്കുന്നതിനാണ് യൂസ് ചെയ്യുന്നതാണ് ലൂയിസ് ഇക്വേഷൻ. ലൂയിസ് ഇക്വേഷൻ ഇൻ എ സ്പാർ ഗിയർ is used to find the compressive stress in the ബെൻഡിങ്ങിൻ്റെ കംപ്രസീവ് സ്ട്രെസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലൂയിസ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇഫ് Z ഈസ് ദ അബ്സല്യൂട്ട് വിസ്കോസിറ്റി ഓഫ് ദ ലൂബ്രിക്കൻ ഇൻ കിലോഗ്രാം per meter second, N ഈസ് ദ സ്പീഡ് ഓഫ് ദ ജേർണൽ ഇൻ RPM and P is the bearing pressure in Newton per mm square, then the bearing characteristic number. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ബെയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. തന്നിരിക്കുന്ന ഡേറ്റാസ് എന്തൊക്കെയാണ്? അബ്സല്യൂട്ട് വിസ്കോസിറ്റി Z ആണെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ സ്പീഡ് N ആണെന്ന് പറയുന്നുണ്ട്, ജേർണലിൻ്റെ സ്പീഡ് N ആണെന്ന് പറയുന്നുണ്ട്, അതേപോലെ ബെയറിംഗ് പ്രഷർ എന്ന് പറയുന്നത് P ആണെന്ന് പറയുന്നുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബെയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പറാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി സിമ്പിളാണ്. അബ്സല്യൂട്ട് വിസ്കോസിറ്റിയെ സ്പീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബെയറിംഗ് പ്രഷർ ഡിവൈഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, ZN ഡിവൈഡഡ് ബൈ P. Z is the absolute viscosity, N is the speed of the journal and P is the pressure. Then bearing characteristic number എന്ന് പറയുന്നത് ZN divided by P ആയിരിക്കും. അടുത്ത ചോദ്യം. The difference between the tooth space and thickness as measured along the pitch circle is. Question എന്താണ്? The difference between the tooth space and the thickness as measured along the pitch circle is. Options: tooth depth, clearance, backlash, total depth. The difference between the tooth space and the thickness as measured along the pitch circle is. Answer അതിനാണ് backlash എന്ന് പറയുന്നത്. The difference between the tooth spaceും അതുപോലെ തന്നെ തിക്നെസ്സും തമ്മിലുള്ള ഡിഫറൻസ് എലോങ് ദ പിച്ച് സർക്കിൾ, അതാണ് ബാക്ക് ലാഷ് എന്ന് പറയുന്നത്. അടുത്തത് 28ാമത് ചോദ്യമാണ്. ഇൻ വിച്ച് പ്രോപ്പർട്ടി ഓഫ് സ്റ്റീൽ ഹാസ് ദ എബിലിറ്റി ടു റെസിസ്റ്റ് ബ്രേക്കിംഗ് റാദർ ദാൻ ദ എബിലിറ്റി ടു അബ്സോർബ് എനർജി ഡ്യൂറിങ് ഡിഫോർമേഷൻ? സ്റ്റീലിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് ബ്രേക്കിംഗ് റെസിസ്റ്റ് ചെയ്യുന്നത്? എനർജി അബ്സോർബ് ചെയ്യുന്നതിന് പകരം ബ്രേക്കിംഗ് റെസിസ്റ്റ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. മെഷീനബിലിറ്റി, ഹാർഡ്നെസ്, ടഫ്നെസ് ആൻഡ് മാലിബിലിറ്റി. അപ്പോൾ ആൻസർ
ടഫ്നെസ് ആണ് എബിലിറ്റി ടു റെസിസ്റ്റ് ബ്രേക്കിംഗ്, പൊട്ടിപ്പോകാതിരിക്കുന്നതിനുള്ള എബിലിറ്റി എന്താണ്? ടഫ്നെസ് ആണ്, സ്റ്റീലിൻ്റെ ടഫ്നെസ്. അടുത്തൊരു ചോദ്യം, ഇഫ് n ഈസ് എ സ്പീഡ് ഓഫ് ദ ആം ആൻഡ് ദ ബോൾ എബൌട്ട് സ്പിൻഡിൽ ആക്സിസ് ദെൻ ഹൈറ്റ് ഓഫ് എ വാട്ട്സ് ഗവർണർ ഈസ് ഈക്വൽ ടു. ഒരു വാട്ട്സ് ഗവർണറിൻ്റെ ഹൈറ്റ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 895 പെർ ന്യൂട്ടൺ സ്ക്വയർ MTS ആണ് ഉത്തരം. ഇഫ് n ഈസ് എ സ്പീഡ് ഓഫ് ദ ആം ആൻഡ് ബോൾ എബൌട്ട് ദ സ്പിൻഡിൽ ആക്സിസ് then height of the Watt's governor is equal to 895 per Newton square MTS. A device used to put a fire in the furnace of the boiler when the level of the water in the boiler falls to an unsafe limit is called. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫ്യൂസിബിൾ പ്ലഗ് ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? എ ഡിവൈസ് യൂസ്ഡ് ടു പുട്ട് ഓഫ് ഫയർ ഇൻ ദ ഫർണസ് ഓഫ് ദ ബോയിലർ വെൻ ദ ലെവൽ ഓഫ് ദ വാട്ടർ ഇൻ ദ ബോയിലർ fall to an unsafe limit is called fusible plug. A device used to put off fire in the furnace of the boiler. ഫർണസ് ഓഫ് ദ ബോയിലറിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വെൻ ദ ലെവൽ ഓഫ് ദ വാട്ടർ ഇൻ ദ ബോയിലർ ഫോൾസ് ടു ആൻ അൺസേഫ് ലിമിറ്റ് ഈസ് കോൾഡ് ഫ്യൂസിബിൾ പ്ലഗ്. അടുത്തത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. സ്ട്രെസ് ടു സ്ട്രെയിന്, ഡീഫോർമേഷൻ ടു ഒറിജിനൽ ലെങ്ത്, സ്ട്രെസ് ടു ദി ഒറിജിനൽ ലെങ്ത്, സ്ട്രെയിൻ ടു ദി ഒറിജിനൽ ലെങ്ത്. നമുക്കറിയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സിംപ്ലി റേഷ്യോ സ്ട്രെസ് ടു സ്ട്രെയിൻ ആണ്. അടുത്തത് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ. അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ ഈസ്. ഓപ്ഷൻസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് റിജിഡിറ്റി, ബൾക്ക് മോഡുലസ് ആൻഡ് പോയിസൺ റേഷ്യോ. ആൻസർ പോയിസൺ റേഷ്യോ ആണ്. അടുത്ത ചോദ്യം, ദ മാക്സിമം തെർമൽ സ്ട്രെസ് ഇൻ എ സർക്കുലർ ടേപ്പറിംഗ് സെക്ഷൻ ഈസ്. ഒരു സർക്കുലർ ടേപ്പറിംഗ് സെക്ഷൻ്റെ മാക്സിമം തെർമൽ സ്ട്രെസ് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ബിഗർ ഡയമീറ്റർ, directly proportional to the smaller diameter, inversely proportional to the bigger diameter, inversely proportional to the smaller diameter. അപ്പോൾ ദ മാക്സിമം തെർമൽ സ്ട്രെസ് ഇൻ എ സർക്കുലർ ടേപ്പറിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ബിഗർ ഡയമീറ്റർ. അടുത്ത ചോദ്യം, ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഫോർ എ ഷാഫ്റ്റ് of radius r rotating a bearing is. The radius of a circle for a shaft of radius r rotating bearing is. Answer option A ആണ് r sin theta. r sin theta. The radius of circle of a shaft of radius r in a rotating bearing is r sin theta. അടുത്തത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ഈച്ച് സൈഡ് എ ഈസ് ഡാഷ് ഫ്രം എനി ഓഫ് ദ സൈഡ്. ഓപ്ഷൻസ് a√3/2, a√2/3, a/2√3, a/3√3. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, a/2√3. a/2√3 ആണ് ശരി ഉത്തരം, a/2√3. അടുത്തത് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ട്രയാങ്കുലർ സെക്ഷൻ. ഒരു ട്രയാങ്കുലർ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ബേസ് ബി എന്ന് തന്നിട്ടുണ്ട്, ഹൈറ്റ് h എന്ന് തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? എബൌട്ട് ആൻ ആക്സിസ് പാസിങ് ത്രൂ ഇറ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കൂടി പാസ് ചെയ്യണം. ആൻഡ് പാരലൽ ടു ദ ബേസ് ഈസ് ഗിവൺ ബൈ ദ റിലേഷൻ.
മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ട്രയാങ്കുലർ സെക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, BH³ ഡിവൈഡഡ് ബൈ 36. BH³ ഡിവൈഡഡ് ബൈ 36. ഇവിടെ ബി എന്താണ്? ബേസ് ആണ്, സെക്ഷൻ ബേസ് ആണ്. H എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. അടുത്തത് ബെൻഡിങ് മൊമെൻ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്യാരിങ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അതായത് UDL ക്യാരി ചെയ്യുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷനാണ് WL²/8. WL²/8 ബെൻഡിങ് മൊമെൻറ്റിൻ്റെ UDL സിംപ്ലി സപ്പോർട്ടഡ് ബീം. If diameter of the rivet is D, safe permissible shear stress for rivet material T, then shearing value PS equal to. ഷിയറിംഗ് വാല്യൂ എത്രയാണ്? റിവറ്റിൻ്റെ ഡയമീറ്റർ D എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സേഫ് പെർമിസിബിൾ ഷിയർ സ്ട്രെസ് T എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷിയറിംഗ് വാല്യൂൻ്റെ ഇക്വേഷനാണ് π/4 ഇൻറ്റു D²T. π/4 ഇൻറ്റു D²T. If area of a weld A, permissible stress in the fillet sigma, then strength of the fillet weld P. Strength of area A ആണ്, അതുപോലെ തന്നെ പെർമിസിബിൾ സ്ട്രെസ് സിഗ്മ ആണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദ ഫില്ലറ്റ് വെൽഡ് എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ A സിഗ്മയാണ് ശരി ഉത്തരം. ഏരിയ ഓഫ് ദ വെൽഡ് A ആണ്, പെർമിസിബിൾ സ്ട്രെസ് സിഗ്മ ആണെങ്കിൽ സ്ട്രെങ്തിൻ്റെ ഇക്വേഷൻ P = A സിഗ്മ ആയിരിക്കും. അടുത്തത് ദ ലോഡ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ യൂണിറ്റ് ഡീഫോർമേഷൻ ഇൻ സ്പ്രിങ് ഈസ് കോൾഡ്. ഒരു സ്പ്രിങ്ങിൽ യൂണിറ്റ് ഡീഫോർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലോഡ് എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ് ആണ്. സ്റ്റിഫ്നെസ് ഓഫ് എ സ്പ്രിങ്. എ ലോഡ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ യൂണിറ്റ് ഡീഫോർമേഷൻ ഇൻ എ സ്പ്രിങ് ഈസ് കോൾഡ് സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിങ്. Produce a unit deformation in a spring is called stiffness. A load required to produce a unit deformation in a spring is called stiffness of a spring. The load required to produce a unit deformation in a spring is called അതായത് ഒരു സ്പ്രിങ്ങിൽ യൂണിറ്റ് ഡീഫോർമേഷൻ കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലോഡാണ് സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിങ് എന്ന് പറയുന്നത്. അടുത്ത 41ാമത്തെ ചോദ്യം. ദ ടു സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ 1 സക്ഷൻ വാൽവ് ആൻഡ് 1 എക്സോസ്റ്റ് വാൽവ് ഓപ്പറേറ്റഡ് ബൈ 2 cams. ഓപ്ഷൻ ബി only port covered and uncovered by piston to effect charging and exhausting. അടുത്തത് 1 suction valve and 1 exhaust valve operated by 1 cam and none of the above. ശരിക്കും 2 stroke cycle engine എന്ന് പറയുന്നത് only port covered and uncovered by piston to effect charging and exhausting ആണ് ശരി ഉത്തരം. only port covered and uncovered by piston to effect charging and exhausting. അടുത്ത in SI engine to obtain required firing order. ഒരു SI എഞ്ചിനിൽ ശരിക്കുള്ള ഫയറിംഗ് ഓർഡർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ടറാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇൻ SI എഞ്ചിൻ ടു ഒബ്റ്റെയിൻ ഫയറിംഗ് ഓർഡർ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് ഇൻസ്റ്റാൾഡ്.
ഒരു SI എൻജിൻ സ്പാർക്ക് ഇഗ്നിഷൻ എൻജിനിൽ ഫയറിംഗ് ഓർഡർ ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടർ. അടുത്തത് ഒരു 4 സ്ട്രോക്ക് സൈക്കിൾ എൻജിൻ്റെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എവരി റെവല്യൂഷൻ ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓരോ റെവല്യൂഷനും ഈച്ച് സ്ട്രോക്ക് എല്ലാ സ്ട്രോക്കിലും എവരി ആൾട്ടർനേറ്റ് റെവല്യൂഷൻ ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് നൺ ഓഫ് ദി എബോവ്. ആൻസർ ഓപ്ഷൻ സി ആണ്, എവരി ആൾട്ടർനേറ്റ് റെവല്യൂഷൻ ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ്. ഓരോ ആൾട്ടർനേറ്റ് റെവല്യൂഷനും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓരോ ആൾട്ടർനേറ്റ് റെവല്യൂഷനിലുമാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 4 സ്ട്രോക്ക് സൈക്കിളിൽ. അടുത്തത് വിച്ച് ക്രോസ് സെക്ഷൻ ഡു കംപ്രഷൻ റിങ്സ് ഹാവ്? കംപ്രഷൻ റിങ്ങിൻ്റെ ക്രോസ് സെക്ഷൻ എന്താണ്? ട്രയാങ്കുലർ ആണോ, റെക്ടാങ്കുലർ ആണോ, സർക്കുലർ ആണോ, സ്ക്വയർ ആണോ എന്നാണ് ചോദ്യം. കംപ്രഷൻ റിങ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനാണ്. കംപ്രഷൻ റിങ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. അടുത്ത 45ാമത്തെ ചോദ്യം, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് ദ ഫ്രണ്ട് വീൽ ഈസ് കോൾഡ്. The distance between the center of the front wheel is called track. Track ആണ്. The distance between the center of the front wheel is called track. Venturi in the carbureted causes. കാർബറേറ്ററിലുള്ള വെഞ്ചുരി causes increase of air velocity. Causes increase of the air velocity. അടുത്തത് ടർബോ ചാർജർ യൂസസ് ഡാഷ് എനർജി. ടർബോ ചാർജർ യൂസ് ചെയ്യുന്നത് എക്സോസ്റ്റ് ഗ്യാസിൻ്റെ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. ടർബോ ചാർജർ യൂസസ് എനർജി ഓഫ് ദി എക്സോസ്റ്റ് ഗ്യാസസ്. അടുത്തത് തെർമോസ്റ്റാറ്റ് വാൽവ് ഇൻ ദ കൂളിംഗ് സിസ്റ്റം കൺട്രോൾസ്. തെർമോസ്റ്റാറ്റ് വാൽവ് ഇൻ ദി കൂളിംഗ് സിസ്റ്റം കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് വാട്ടർ ആൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ആൻഡ് ബോത്ത് AMVI. തെർമോസ്റ്റാറ്റ് വാൽവ് ഇൻ ദ കൂളിംഗ് സിസ്റ്റം കൺട്രോൾസ് flow of water and the temperature of the water. അടുത്ത in the following system lubricating oil is carried in the separate tanks from where it is fed to the engine. അതാണ് dry sump system. Dry sump system. In the following system lubricating oil is carried in separate tanks from where it is fed to the engine. അതാണ് dry sump system എന്ന് പറയുന്നത്. അടുത്ത ഇന്നത്തെ ലാസ്റ്റ് ചോദ്യമാണ്, വിച്ച് ടെക്നോളജി ചേഞ്ചസ് ദ ടൈമിംഗ് ഓഫ് ഇൻടേക്ക് ഓർ എക്സോസ്റ്റ് വാൽവ് വെൻ ദ എൻജിൻ ഈസ് റണ്ണിങ്? ആൻസർ VVT ആണ് ശരി ഉത്തരം. വിച്ച് ടെക്നോളജി ചേഞ്ചസ് ദ ടൈമിംഗ് ഓഫ് ദ ഇൻടേക്ക് ഓർ എക്സോസ്റ്റ് വാൽവ് വെൻ ദ എൻജിൻ ഈസ് റണ്ണിങ്? ദാറ്റ് ഈസ് ആൻസർ എന്ന് പറയുന്നത് VVT ആണ്. അപ്പോൾ ഇന്നത്തെ 50 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത 50 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്.